മധു, നീ റെഡി ആയോ? എന്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ടോ? ആഹാ, എത്ര പെട്ടെന്നോ? എവിടെ നോക്കട്ടെ. മധു, അതെ മധു, ഈ സാരിയിൽ നിന്നെ കാണാൻ നല്ല രസമുണ്ട്. ആ ആകാശത്തിലെ നിലാവിനെ തന്നെ നേരിട്ട് കണ്ടൊരു ഫീലാ. പിന്നെ പിന്നെ എന്തോന്ന് തള്ളിക്കേ? ഓ ഐ സി. എന്താ മധു, ഞാൻ പറഞ്ഞതിനോട് നിനക്ക് വിശ്വാസമില്ലേ? ഇവക്ക് റെഡി ആയിട്ട് ഞാൻ വരാൻ അറിയത്തില്ലേ? അകത്തിരുന്ന് എന്റെ മോനോട് ഇങ്ങനെ കുറുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ കയ്യിലാക്കുക. അല്ലാണ്ടെന്ത്? എല്ലാം ഇന്നൊരു ദിവസം മാത്രം സഹിച്ചാ മതി. ഇതിനു ശേഷം എനിക്ക് എന്റെ പഴയ ആർക്കെ തിരിച്ചു കിട്ടും. ഈ അമ്മ മാത്രം ലോകാന്ന് വിചാരിച്ച് നടന്ന എന്റെ പഴയ ആർക്കെ. മധു വാ, നമുക്ക് ഒരു സെൽഫി എടുക്കാം. എന്റെ മോന്റെ കൂടെ സെൽഫി എടുക്കണം. മോനെ കണ്ടേച്ചാൽ മതി. ഇത് ഇങ്ങനെ ഇട്ട് ശരിയാവത്തില്ല. ഓ, ഞങ്ങൾ എപ്പോഴും റെഡി അമ്മേ. ആ അമ്മേ, ഇറങ്ങാം. ഇനിയിപ്പോ നിന്ന് താമസിക്കണ്ട, പോയിട്ട് വേഗം വരാനുള്ളതാ. എനിക്ക് ഈവനിങ് ഒരു ആഡ് ഷൂട്ട് ഉണ്ട്. അപ്പം അതിനു മുന്നേ അവിടേക്ക് എത്തണം. ഓക്കെ അമ്മേ. അതോ നീ അമ്മയും താഴോട്ട് ചെല്ലേ, ഞാൻ എന്റെ പേഴ്സും വാച്ചൊക്കെ എടുത്തിട്ട് വരാം. മുഖത്ത് എന്താ അവളെ സന്തോഷം. ഈ സന്തോഷത്തെ കുറച്ച് മണിക്കൂറുകളിലേക്ക് മാത്രം. അതിനുശേഷം നിനക്ക് ജീവിതത്തിൽ എന്നേക്കുമായിട്ട് കരച്ചില് മാത്രം ബാക്കിയുണ്ടാകും. 100 ഐസ് ഫോണിന്റെ ബെല്ല് വരെ അടിക്കുന്നേ. അയ്യോ, സോനിയാണല്ലോ വിളിക്കുന്നേ. ഈ മധുവിന് മുന്നേ എങ്ങനെ സോനിയോട് സംസാരിക്കാനാ? മാറി നിന്ന് സംസാരിക്കാന്ന് വെച്ചാ ഇവക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ? ഇപ്പൊ എന്താ ചെയ്യാ? ഇവളെങ്ങനെങ്കിലും കുറച്ചു നേരം എന്റെ അടുത്ത് മാറ്റി നിർത്തിയേ പറ്റൂ. എന്നാലേ സോനിയോട് സംസാരിക്കാൻ പറ്റുള്ളൂ. അയ്യോ ആന്റി, എന്താ പറ്റി ആന്റി? അത് പിന്നെ എന്താ അറിയില്ല മധുമോളെ, പെട്ടെന്ന് തൊണ്ടയിലൊരു കറകറപ്പ്. മോള് ദിവസം വെള്ളം കൊണ്ടുതരോ? ഓ ഷ്യൂർ ആന്റി, ഇപ്പൊ കൊണ്ടുവരാം. ഒന്ന് വേഗം ചെല്ലു മോളെ. ഹലോ സോന. ഹലോ ആന്റി. പറ സോന മോളെ. എന്താ ആന്റി ഫോൺ എടുക്കാൻ എത്ര ലേറ്റ് ആയേ? ആ മധുങ്ങാനം അടുത്തുണ്ടായിരുന്നോ? ഓ ഒന്നും ചോദിക്കേണ്ട സോന മോളെ. ഇപ്പം ഏത് നേരവും ആട്ടോട്ടിയ പോലെ എന്റെ വൈത്താലെ തന്നെയാ. അവളെ എന്തൊക്കെയോ പറഞ്ഞ് തിരിപ്പിച്ചു വിട്ടതാ. എന്തായാലും ഇന്നത്തെ ദിവസത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ. ഇന്നൊരു ദിവസം മാത്രം ആന്റിക്ക് അവളെ സഹിച്ചാ പോരെ? ഓ അതാലോചിക്കുമ്പോഴാ ആ കൂടുതൽ ആശ്വാസം. അല്ല മോളെ, പ്ലാനൊക്കെ ഓക്കെ അല്ലേ? ഞങ്ങളിതേ ഇപ്പം പാലസിലേക്ക് പുറപ്പെടും കേട്ടോ. പ്ലാനെ പറ്റി പേടി വേണ്ട ആന്റി, പ്ലാനൊക്കെ ഡബിൾ ഓക്കെയാ. ആന്റി അവിടെ റീച്ച് ആയി കഴിഞ്ഞാൽ എനിക്കൊന്ന് SMS ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ സോന. അല്ല സോന ഇപ്പൊ എവിടെയാ? അത് പിന്നെ ആന്റി, ഞാനും കൊടുക്കാനായി തന്നെ ഉണ്ട്. എനിക്ക് ഇവിടെ ചെറിയൊരു ഷൂട്ട് ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ അങ്ങോട്ടേക്കാ വരുന്നേ. അയ്യോ ഇങ്ങോട്ടേക്കോ? മോളിപ്പോ വന്നു കഴിഞ്ഞാൽ ആർക്കൊക്കെ എന്തെങ്കിലും ഡൗട്ട് തോന്നത്തില്ലയോ? ഡോണ്ട് വറി ആന്റി, അതൊന്നും ആർക്കേക്ക് സംശയം തോന്നാത്ത രീതിക്ക് ഒരു ആക്സിഡന്റിൽ വന്ന മാതിരി ഞാൻ ക്രിയേറ്റ് ചെയ്തോളാം. അപ്പൊ ഓക്കെ സോന, ഞങ്ങള് ഇപ്പൊ പുറപ്പെടും കേട്ടോ. ഒരു 10-15 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. എന്നിട്ട് ഞാൻ സോനയ്ക്ക് മെസ്സേജ് അയക്കാട്ടോ. ഓക്കെ ആന്റി, ഞാൻ ആന്റിന്റെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. ഓക്കെ സോന മോളെ. അല്ല മോളെ, പ്ലാന് എന്താന്ന് മോളിതായിട്ടും പറഞ്ഞില്ലല്ലോ. അതൊക്കെ അവിടെ എത്തിയിട്ട് കാണാം ആന്റി. എന്തായാലും ആന്റി ഒന്ന് വെയിറ്റ് ചെയ്യ്. ഇത്രയ്ക്ക് ഞാൻ ചോദിച്ചിട്ടും സോനമോള് പറയുന്നില്ലെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവും. എന്നാ ഓക്കെ സോനമോളെ, ഞാൻ റീച്ച് ആയിട്ട് ഇൻഫോം ചെയ്യാട്ടോ. ബൈ. ഓക്കെ ബൈ ആന്റി. ഈ വട്ടം ഞാൻ ഇടുന്ന പ്ലാനെന്ന് മധു ഒരിക്കലും രക്ഷപ്പെടത്തില്ല. എന്റെ പ്ലാൻ എന്തെന്ന് ആൾക്കിനെ കൊണ്ട് ആന്റിനെ കൊണ്ട് ഈ ലോകത്ത് ആളെ കൊണ്ട് ഗസ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഈ പ്ലാനിന് ശേഷം മധു ആൾക്ക്